ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൊഡ്യൂൾ 4 സ്റ്റാർട്ട് ചെയ്യാണ്. ആൻഡ് ഇറ്റ് ഈസ് അബൌട്ട് കോംപ്ലക്സ് നമ്പേഴ്സ്. കോംപ്ലക്സ് നമ്പേഴ്സിനെ പറ്റിയുള്ള പ്രോപ്പർട്ടികളും കോംപ്ലക്സ് നമ്പേഴ്സിന്റെ മറ്റു കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഓക്കെ, കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് is a number of the form. A complex number is a number of the form z is equal to x plus iy. x plus iy ഫോമിലുള്ള ഒരു നമ്പറിനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ എക്സും വൈയും ഐയും എന്താണെന്ന് നമുക്ക് നോക്കാം. എക്സ് ആൻഡ് വൈ ആർ റിയൽ നമ്പേഴ്സ്. എക്സ് ആൻഡ് വൈ ആർ റിയൽ നമ്പേഴ്സ് ആൻഡ് ഐ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -1. നമ്മളിത് കണ്ടിരുന്നു. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ എന്താണ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോ x² + 1 = 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കുകയാണ്. ഏതാണ്? x² + 1 = 0 എന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോ x² = -1 എന്ന് വരികയും x = ±√(-1) എന്ന് വരികയും ചെയ്യും. പക്ഷേ റൂട്ട് ഓഫ് നെഗറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഇയാൾക്ക് സൊല്യൂഷൻ ഇല്ല എന്നങ്ങ് നമ്മൾ നിർത്തിയിരുന്നു. അത് മാത്രമല്ല, ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സംബന്ധിച്ചിടത്തോളം b² - 4ac നെഗറ്റീവ് ആണെങ്കിൽ സൊല്യൂഷൻ ഇല്ല, പോസിറ്റീവ് ആണെങ്കിൽ സൊല്യൂഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ നിർത്തിയിരുന്നു. പക്ഷേ അവിടെ നിന്ന് നെഗറ്റീവിനും സൊല്യൂഷൻ ഉണ്ടാക്കാനായി നമ്മൾ എന്ത് ചെയ്തു? റൂട്ട് ഓഫ് -1നെ i ആയിട്ട് ഡിറ്റർമിൻ ചെയ്തതിനു ശേഷം കോംപ്ലക്സ് സൊല്യൂഷനിലേക്ക് നമ്മൾ എത്തി. അങ്ങനെയാണ് ഐ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടത്. ഓക്കെ, സോ വി ആർ ഡിഫൈനിങ് കോംപ്ലക്സ് നമ്പർ z. ഒരു കോംപ്ലക്സ് നമ്പർ z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x + iy ഫോർമാറ്റിലായിരിക്കും. ഇതിൽ എക്സും വൈയും റിയൽ നമ്പർ ആയിരിക്കും. ആൻഡ് i is a complex വേരിയബിൾ, that is root of -1. i is equal to root of -1. നമ്മൾ z is equal to x plus iy എന്ന കോംപ്ലക്സ് നമ്പറിനെ ഓർഡേർഡ് പെയർ ആയിട്ടും റെപ്രസെന്റ് ചെയ്യാറുണ്ട് ചില ടെക്സ്റ്റിൽ. ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ മാറ്റാൻ പാടില്ല, ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്. അതായത് xy എന്ന് പറയുന്നതിന് yx എന്നൊന്നും എഴുതിട്ട് തെറ്റാണ്. ഓക്കെ, അപ്പോൾ xy എന്ന് x plus iy നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. z equal to xy എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. കോംപ്ലക്സ് നമ്പർ xy, കോംപ്ലക്സ് നമ്പർ x, y എന്ന് തന്നു കഴിഞ്ഞാൽ ഉടനെ മനസ്സിലാക്കുക that will be x plus iy. It is a notation. അത്രയേ ഉള്ളൂ. നമ്മളിവിടെ z കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് x plus iy എന്ന് പറയുന്ന ഒരാളെയാണല്ലോ എടുത്തത്. ഇവിടെ എക്സിന്റെ കൂടെ ഒരു കോംപ്ലക്സ് പാർട്ട് ഇല്ലല്ലോ. അതായത് കോംപ്ലക്സ് നമ്പർ എക്സിന്റെ കൂടെ i മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ലല്ലോ, x ഒറ്റയ്ക്ക് നിൽക്കുകയല്ലേ. ആ എക്സിനെ x is called a real part of z. denoted by real z, REZ. അങ്ങനെയാണ് ഒരു റിയൽ പാർട്ട് ഓഫ് ഇസഡിനെ ഡിനോട്ട് ചെയ്യുന്നത്. പക്ഷേ ഐയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചേക്കുന്ന പാർട്ടില്ലേ, അയാളെ നമ്മൾ ഇമാജിനറി പാർട്ട് എന്ന് പറയും. ഇറ്റ്സ് കോൾഡ് ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ്. and is denoted by imaginary z. കണ്ടല്ല, IMZ എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഐയുടെ കൂടെ z equal to x plus iy എന്ന് എഴുതി കഴിഞ്ഞാൽ
ഐയുടെ പാർട്ട് ചേരാത്ത ആദ്യത്തെ ആളിനെ നമ്മൾ എന്താണ് റിയൽ പാർട്ട് എന്നും ഐയുടെ കൂടെ ചേർന്ന് വരുന്ന ആളിനെ ഇമാജിനറി പാർട്ട് എന്നും പറയാറുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. കോംപ്ലക്സ് നമ്പറിന്റെ ഇൻട്രൊഡക്ഷൻ. നൗ നമ്മൾ കോംപ്ലക്സ് നമ്പറിന്റെ ഓപ്പറേഷനെ പറ്റി പറയുകയാണ്. വേണമെങ്കിൽ അതിന് മുമ്പ് നമുക്ക് കുറച്ച് കോംപ്ലക്സ് നമ്പറിന്റെ എക്സാമ്പിൾസ് നോക്കാം. കോംപ്ലക്സ് നമ്പേഴ്സിന്റെ എക്സാമ്പിൾസ്. സോ ഫോർ എക്സാമ്പിൾ 5 + 2y. 5 + 2y. ഇയാളുടെ റിയൽ പാർട്ട് എന്താണ്? റിയൽ പാർട്ട് 5 ആണ്. ഇമാജിനറി പാർട്ട് എന്താണ്? 2 ആണ്. ഇമാജിനറി പാർട്ട് ഓഫ് this one is 2. Now 6 - 7i. 6 - 7i. Here real part is 6 and imaginary part is -7. Imaginary part is -7. മനസ്സിലായിട്ടുണ്ടാവും. Okay. Now 7i. 7i. It will be 0 + 7i. 0 + 7i. ഇയാളുടെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് 0യും ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് 7ഉമാണ്. ഇമാജിനറി പാർട്ട് 7ഉമാണ്. നൗ ഫോർ എന്താണ് സേ -1. കണ്ട, that will be like -1 + 0 into y. -1 + 0 into y. Therefore a real part of z equal to -1 and imaginary part of z is equal to 0. കണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പർ തന്നു കഴിഞ്ഞാൽ ആളുടെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ശരി. നൗ ഗോയിങ് ഫോർ സം ഓപ്പറേഷൻസ്. നമ്മുടെ കോംപ്ലക്സ് നമ്പറിന്റെ ഓപ്പറേഷൻസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ ഡിവിഷൻ, ഇത്രയേ ഉള്ളൂ. നമ്മൾ അതിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ലെറ്റ് z1 equal to x1 plus i/1, z2 is equal to x2 plus i/2, x2 plus i/2, x2 plus i/2. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എടുത്തു. ജനറൽ ആയിട്ട് രണ്ട് കോംപ്ലക്സ് നമ്പർ. ഇവരുടെ രണ്ടുപേരുടെ സം എങ്ങനെ എടുക്കും? ഇവരുടെ രണ്ടുപേരുടെ സം, അതായത് രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെ സം എങ്ങനെയാണ്? രണ്ടുപേരുടെയും റിയൽ പാർട്ടുകളെ തമ്മിൽ ആഡ് ചെയ്യുക. രണ്ടുപേരുടെയും റിയൽ പാർട്ടുകളെ തമ്മിൽ ആഡ് ചെയ്യുക. പ്ലസ് i ഇൻറ്റു ഇമാജിനറി പാർട്ടുകളെ തമ്മിൽ ആഡ് ചെയ്യുക. കഴിഞ്ഞു. കണ്ടല്ല, സമ്മ്, രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെ സമ്മ് വളരെ സിമ്പിൾ ആണ്. രണ്ടുപേരുടെ റിയൽ പാർട്ടുകളെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ സമ്മിന്റെ റിയൽ പാർട്ട് കിട്ടും. പ്ലസ് i ഇൻറ്റു രണ്ടുപേരുടെ ഇമാജിനറി പാർട്ടുകളെ തമ്മിൽ ആഡ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. വളരെ സിമ്പിൾ ആയ പ്രൊസീജിയർ ആണ്. ഓക്കെ, നൗ z1 മൈനസ് z2 സബ്സ്ട്രാക്ട് ചെയ്യുക. സിമ്പിൾ ആണ്. ആദ്യത്തെ ആളുടെ റിയൽ പാർട്ട് മൈനസ് രണ്ടാമത്തെ ആളുടെ റിയൽ പാർട്ട് പ്ലസ് i ഇൻറ്റു ആദ്യത്തെ ആളുടെ ഇമാജിനറി പാർട്ട് മൈനസ് രണ്ടാമത്തെ ആളുടെ ഇമാജിനറി പാർട്ട്. ശുഭം. ഓക്കെ, സിമ്പിൾ ആണ്. അപ്പൊ നമ്മള് പ്ലസ് എങ്ങനെയാണ് എടുത്തത് അതുപോലെ തന്നെ മൈനസ് കൊടുത്തു. ഒരു വ്യത്യാസമില്ല. ബട്ട് ഇവിടെ നമ്മളൊന്ന് അനലൈസ് ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്താണ്? റിയൽ പാർട്ട് ഓഫ് z1 പ്ലസ് z2 എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് z1 പ്ലസ് റിയൽ പാർട്ട് ഓഫ് z2 ആണ്. എന്തുകൊണ്ടാണ്? അതെ, റിയൽ പാർട്ട് ഓഫ് z1 പ്ലസ് z2 നിങ്ങൾ എടുക്കുകയാണെങ്കിൽ x1 പ്ലസ് x2 കിട്ടും. ഈ x1 എന്ന് പറയുന്ന റിയൽ പാർട്ട് ഓഫ് z1 ആണ്. ഈ x2 എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് z2 ആണ്. അങ്ങനെയാണ് ഇത് വന്നത്. കറസ്പോണ്ടിംഗ്ലി ഇമാജിനറി പാർട്ട് ഓഫ് z1 പ്ലസ് z2 എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് ഓഫ് z1 പ്ലസ് ഇമാജിനറി പാർട്ട് ഓഫ് z2. കണ്ട, z1 പ്ലസ് z2ന്റെ ഇമാജിനറി പാർട്ട് y1 പ്ലസ് y2 ആണ്. പക്ഷെ അവിടെ y1 ഇമാജിനറി പാർട്ട് ഓഫ് z1ഉം y2 ഇമാജിനറി പാർട്ട് ഓഫ് z2ഉമാണ്. സിമിലർലി റിയൽ പാർട്ട് ഓഫ് z1 മൈനസ് z2 എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് z1 മൈനസ് റിയൽ പാർട്ട് ഓഫ് z2 ആണല്ലോ, x1 മൈനസ് x2. അതുപോലെ
imaginary part of z1 minus z2 is equal to imaginary part of z1 minus imaginary part of z2. കഴിഞ്ഞു. ഒന്ന് ജസ്റ്റ് അനലൈസ് ചെയ്യാൻ പറഞ്ഞതേ ഉള്ളൂ. അത് നമുക്ക് ഒരു കാണുമ്പോൾ തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതായത് പ്രോപ്പർട്ടി ആയിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമല്ല. ജസ്റ്റ് അതൊന്ന് ചെയ്തു നോക്കുക. സൈഡിലൊന്ന് എഴുതി വെക്കുക. അറിഞ്ഞുകൂടാത്തവർ അല്ലാത്തവർക്ക് നേരെ അങ്ങ് പോകുന്നതേ ഉള്ളൂ. ഓക്കെ. നൗ അപ്പോൾ നമ്മൾ രണ്ട് കോംപ്ലക്സ് നമ്പറിനെ ആഡ് ചെയ്യാനും പഠിച്ചു, രണ്ട് കോംപ്ലക്സ് നമ്പറിനെ സബ്സ്ട്രാക്ട് ചെയ്യാനും പഠിച്ചു. നൗ മൾട്ടിപ്ലിക്കേഷൻ z1 ഇൻറ്റു z2. z1 ഇൻറ്റു z2 എങ്ങനെ ചെയ്യാൻ നോക്കാം. z1 ഇൻറ്റു z2. z1 എന്ന് പറയുന്നത് x1 പ്ലസ് i ഇൻറ്റു y1 ഇൻറ്റു x2 പ്ലസ് i ഇൻറ്റു y2. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. x1 ഇൻറ്റു x2, x1 ഇൻറ്റു x2, പിന്നെ ഇത് പ്ലസ് i ഇൻറ്റു x1 ഇൻറ്റു y2, പിന്നെ ഇയാള് പ്ലസ് i ഇൻറ്റു x2 ഇൻറ്റു y1. i y1 ഇൻറ്റു x2 ആണ്, ഞാൻ ഓർഡർ മാറ്റിയെന്നേ ഉള്ളൂ. i ഇൻറ്റു x2 ഇൻറ്റു y1 പ്ലസ് i ഇൻറ്റു y1 y2. i into y1 y2. Okay, this will be like x1 x2 minus y1 y2. ഈ i into i എന്ന് പറയുന്നത് i into i, that is i square is equal to എന്താണ്, root of -1 square. root of -1 square. അപ്പൊ റൂട്ട് മാറും, -1 ആവും. ആണല്ല, റൂട്ട് മാറും, -1 ആവും. അപ്പൊ ഈ i into i എന്ന് പറയുന്നത് -1 ആവും. i into i എന്ന് പറയുന്നത് -1 ആവും. മൈനസ് ആയി കണ്ടല്ലേ, y1 y2ന് മൈനസ് ആയി. പ്ലസ് i ഉള്ള രണ്ട് ടേം ആണ് ബാക്കിയുള്ളത്. അവിടെ നിന്ന് ഞാൻ i കോമൺ എടുക്കുന്നു. x1 y2 പ്ലസ് x2 y1. കണ്ടല്ല, ഇവിടെ i into i -1 ആയ കാര്യം ഒന്ന് നോക്കുക. അപ്പോ ഇതായി നോക്കുക, x1 x2 y1 y2 എല്ലാം റിയൽ നമ്പർ ആണ്. അതുകൊണ്ട് പ്രോഡക്റ്റും റിയൽ നമ്പർ ആയിരിക്കും, മൈനസ് ചെയ്തതും റിയൽ നമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെയും. therefore we got a real number plus i into real number plus i into another real number. ഇപ്പൊ നമ്മുടെ കോംപ്ലക്സ് നമ്പറിന്റെ ഫോമിലായില്ലേ, x plus iy ഫോമില്, റിയൽ നമ്പർ പ്ലസ് i into റിയൽ നമ്പർ, ആ ഫോമാറ്റിലായില്ലേ, ഫോമാറ്റിലായി. കണ്ടല്ല, ആൻഡ് ദിസ് ഇസ് പ്രോഡക്റ്റ് ഓഫ് z1 into z2. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അവസാനത്തെ ഫോർമുല മാത്രം പഠിക്കാം. അല്ലാത്ത പക്ഷം സാധാരണ മൾട്ടിപ്ലിക്കേഷൻ അറിയാവുന്നവർക്ക് എപ്പോഴും ആ ഫോർമുല ഡിറൈവ് ചെയ്യാവുന്നതേ ഉള്ളൂ. z1 into z2 എന്താണ്, x1 into x2, x1 z1ന്റെ റിയൽ പാർട്ട്, x2 z2ന്റെ റിയൽ പാർട്ട്, മൈനസ് y1 y2, z1ന്റെ ഇമാജിനറി പാർട്ട് y1, z2ന്റെ ഇമാജിനറി പാർട്ട് y2, y1 y2 പ്ലസ് i into x1 y2, where x1 is real part of z1, y2 is imaginary part of z2, plus x2 real part of z1, y1 imaginary part of z1. കഴിഞ്ഞു. that is z1 into z2. z1 into z2. കണ്ടല്ല, that's it. അപ്പോ അത് കഴിഞ്ഞു. now അപ്പൊ ഇത്രയേ ഉള്ളൂ പ്രോഡക്റ്റ് വളരെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ അറിയാവുന്നവർക്ക് അത് എഴുതാവുന്നതേ ഉള്ളൂ, കാര്യമില്ല. now division, z1 divided by z2, that will be like x1 plus i into y1 divided by x2 plus i into y2. that x1 plus i into y1 plus x2 plus i into y2. പക്ഷേ നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ എന്താണ് ഈ റിയൽ പാർട്ട് കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ പാർട്ട് പ്ലസ് i into ഇമാജിനറി പാർട്ട് എന്ന് എഴുതിയേ പറ്റത്തുള്ളൂ, അല്ലാത്തൊന്നും നമ്മൾ സ്വീകരിക്കത്തില്ല. ഓക്കെ, നമുക്കതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് അതിന്റെ ഫോമാറ്റ് റിയൽ പാർട്ട് പ്ലസ് i into ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോമാറ്റിൽ തന്നെ വന്നാലേ നമുക്കൊരു ആശ്വാസമുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ അതിനു വേണ്ടി പോവുകയാണ്.
അതിനു വേണ്ടി പോകുന്നു. That will be x1 plus I into y1 divided by x2 plus I into y2. നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാല് ഈ ഡിനോമിനേറ്ററിലുള്ള ആളുടെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യും. ഈ കോൺജുഗേറ്റ് വരുമ്പോൾ നിങ്ങൾക്കറിയാം ഇമാജിനറി പാർട്ടിൽ ഒരു മൈനസ് വരുന്നതാണ് ഈ കോൺജുഗേറ്റ് എന്ന് പറയുന്ന ആൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. x2 minus I into y2 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. എഫക്റ്റ് ഇല്ല, കാരണം രണ്ടും വെട്ടിപ്പോകും. അപ്പൊ ഇതിന് ഈക്വൽ തന്നെയാണ്. ഓക്കെ, നമുക്ക് രണ്ടുപേരെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. x1 plus I into y1 into x2 minus I into y2 divided by x2 plus I into y2 x2 minus I into y2. കണ്ടല്ലോ. Now multiplication proceed ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x1 into x2 into x2 then x1 into x2 I into y1 minus I into y2, that was minus I into, in fact I square minus I into I square minus on the I into I square y1 y2 then I into y1 x2 plus I into y1 x2 പിന്നെ അടുത്ത് x1 into minus I y1, therefore minus വരും minus I x1 y2 divided by ഇയാളെ മൾട്ടിപ്ലൈ ചെയ്യാം x2 into x2, that will be x2 square, x2 into x2 square. ഇനി x2 into minus I y2 minus I into x2 y2, അതിനുശേഷം minus I y2 into x2, sorry, plus I y2 into x2, that is plus I into x2 y2 പിന്നെ അതിനുശേഷം ഇവർ രണ്ടുപേരെയും മൈനസ് പ്ലസ് മൈനസ്, അപ്പൊ മൈനസ് വരും. പിന്നെ I into I ഉണ്ട്, that will be I square. പിന്നെ y2 into y2, that will be y2 square. y2 into y2 square കഴിഞ്ഞു. ശരി, അപ്പൊ ഇനി ബാക്കി കൊടുക്കുന്നു. that will be like x1 x2 I square എന്ന് പറഞ്ഞാൽ -1 ആണ്. മൈനസും കൂടെ പ്ലസ് ആവും, പ്ലസ് y1 y2. പിന്നെ ഈ രണ്ട് ടേമിലും മൈനസ് ഉണ്ട്, ഞാൻ ആ മൈനസ് അല്ല I ഉണ്ട്, ഐനെ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. that will be x2 into y1, ഈ ഓർഡർ ഒന്ന് മാറ്റിയതാണ്. y1 into x2 ആയിരുന്നു, x2 into y1 മൈനസ് x1 into y2 ഡിവൈഡഡ് ബൈ ഇവിടെ മൈനസ് I x2 y2 പ്ലസ് I x2 y2 ക്യാൻസൽ ചെയ്യാം, ഈ രണ്ടുപേരെയും ക്യാൻസൽ ചെയ്യാം. ബാക്കി x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ എന്ന ടേം മാത്രമായിരിക്കും ബാക്കി വരുന്നത്. x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ എന്ന ടേം മാത്രം ബാക്കി. കണ്ടല്ല, ഇവിടെ ഞാൻ ഇയാളെ ഡിവൈഡഡ് ബൈ ഇയാള് സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നു. x1 x2 പ്ലസ് y1 y2 x1 ഓക്കെ, ഒന്നുകൂടെ ക്ലിയർ ആക്കി എഴുതാം. x1 x2 പ്ലസ് y1 y2 divided by x2 square plus y2 square plus I into x2 y1 minus x1 y2 divided by x2 square plus y2 square. കണ്ടല്ല, ഇപ്പൊ നമുക്ക് റിയൽ പാർട്ട് പ്ലസ് I into ഇമാജിനറി പാർട്ട് എന്നായില്ലേ. ഈ x1 x2 y1 y2 എല്ലാം എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. x1 x2 y1 y2 എല്ലാം റിയൽ നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ റിയൽ നമ്പർ പ്ലസ് I into റിയൽ നമ്പർ എന്ന ഫോർമാറ്റിലായി. ആൻഡ് ദിസ് ഇസ് z1 by z2. ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള ഫോർമാറ്റിലായിട്ടുണ്ട്. സന്തോഷമായി. കണ്ടല്ലോ, അതാണ് നമ്മുടെ ഡിവിഷൻ. ഇതാണ് ഡിവിഷൻ.
മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഇച്ചിരി സ്റ്റെപ്പ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ഈ ഫോർമുല അവസാനം എഴുതിയ ഫോർമുല വേണമെങ്കിൽ കാണാതെ പഠിക്കാം. പക്ഷേ അത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. വെറുതെ എന്തിനാണ് അത് ചെയ്യുന്നത്? ഈ മെത്തേഡ് പഠിക്കുകയാണെങ്കിൽ, സാധാരണ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഈ മെത്തേഡ് പഠിക്കുകയാണെങ്കിൽ അത്രയും എളുപ്പമാണ്. കാരണം കൂടുതലായിട്ട് അതിൽ എന്താണ് ബുദ്ധിമുട്ടേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. കഴിഞ്ഞു. Z1/Z2 എന്ന് പറയുന്നത് particularly this one ആണ്. അതായത് ഇവിടെ ചെയ്ത ഒരു സ്റ്റെപ്പ് നോക്കുക. ഈ ഫോം ഇങ്ങനെ ഇരിക്കും, പക്ഷെ ഇത് നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഡിനോമിനേറ്ററിലുള്ള ആളുടെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. ആൻഡ് വി ഹാവ് ദ ആൻസർ. കഴിഞ്ഞു. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ചെയ്യാം. എക്സാമ്പിൾ ആയിട്ട് ഇപ്പോ അതിനു മുമ്പ് മറ്റൊരു കാര്യം നോക്കാം. ഈ Z എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ എടുക്കുക. അതിന്റെ കൂടെ 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് Z തന്നെ തിരിച്ചു കിട്ടും. അതായത് ഈ 0 എന്ന് പറഞ്ഞാൽ 0 + 0i ആണേ. 0 + 0i ആണ്. ദാറ്റ് ഈസ് 0 ഈസ് അഡിറ്റീവ് ഐഡന്റിറ്റി. നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും അഡിറ്റീവ് ഐഡന്റിറ്റി. 0യുടെ കൂടെ ആര് ആഡ് ചെയ്താലും കൂടെ ആഡ് ചെയ്ത ആളിനെ തന്നെ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കും. സിമ്പിൾ ആണ്, അതിൽ പ്രത്യേകിച്ച് ചർച്ചയൊന്നുമില്ല. നൗ Z പ്ലസ് മൈനസ് Z. ഈ മൈനസ് Z എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? -x - iy ആണ്. ആണ്. ഓക്കെ, Z പ്ലസ് മൈനസ് Z is equal to 0. That -z equal to -x - iy ആണ്. ഓക്കെ, അതായത് -z is additive inverse. -z എന്ന് പറയുന്നത് അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. നൗ Z into 1. That is Z itself. Z into 1 എന്ന് പറഞ്ഞാൽ Z തന്നെയാണ്. അതായത് ഈ 1 എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് 1 + 0 into i ആണ് കേട്ടോ. 1 + 0 into i. കോംപ്ലക്സ് ഫോമിൽ എഴുതാൻ ഒരു ആഗ്രഹം, അത്രേ ഉള്ളൂ. സാധാരണ 1 തന്നെ, പക്ഷെ 1 + 0i എന്ന് എഴുതാൻ ഒരു അത്രേ ഉള്ളൂ. Therefore 1 is multiplicative identity. മൾട്ടിപ്ലൈ ചെയ്തപ്പോ ആ നമ്പറിനെ തന്നെ തിരിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ ആള് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. കഴിഞ്ഞു. ഓക്കെ, ഇനി ഇസഡിന്റെ കൂടെ 1/z ആണെങ്കിൽ നമുക്ക് 1 തിരിച്ചു കിട്ടും, പ്രൊവൈഡഡ് Z not equal to 0. Z 0 ആകരുത്. അങ്ങനെയാണെങ്കിൽ 1/z കിട്ടില്ല. ഇത് നിങ്ങൾക്ക് അറിയാം. Therefore 1/z is multiplicative inverse. കണ്ടല്ലോ, 1/z ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആയിരിക്കും. അപ്പോ 0 അഡിറ്റീവ് ഐഡന്റിറ്റി, -z അഡിറ്റീവ് ഇൻവേഴ്സ്, 1 മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി, 1/z മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഒരു ജനറൽ സാധനമാണ്, അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നുമില്ല പറയാനോ പഠിപ്പിക്കാനോ. ഓക്കെ, പക്ഷേ ഈ 1/z എന്ന് പറയുന്നുണ്ടല്ലോ, Z equal to x + iy. ഇസഡിനെ നമ്മൾ x + iy എന്ന് എടുത്തു. ഈ 1/z എന്ന് പറയുമ്പോൾ 1/x + iy. നമ്മുടെ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുമ്പോൾ റിയൽ നമ്പർ പ്ലസ് i ഇൻറ്റു റിയൽ നമ്പർ എന്ന ഫോമാറ്റിൽ വരണമല്ലോ. ഇയാൾ അങ്ങനെയല്ല കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് അതിലോട്ട് ആക്കണം. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. സിമ്പിൾ ആണ്, നേരത്തെ ചെയ്തില്ലേ, Z1/Z2 ചെയ്തില്ലേ, അതേ പരിപാടി തന്നെയാണ്. ഡിനോമിനേറ്ററിലുള്ള ആളുടെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, താഴെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. x - iy. എന്നിട്ട് ഇയാളെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുന്നു. അപ്പോ x - iy 1 into x + iy
അത് തന്നെ കിട്ടും. അതിൽ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നൗ ദിസ് വൺ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, പിന്നെ മൈനസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ എക്സ് വൈ, പിന്നെ ഐ വൈ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് പ്ലസ് ഐ ഇൻറ്റു എക്സ് വൈ, പിന്നെ മൈനസ് ഐ ഇൻറ്റു ഐ മൈനസ് 1 ഇൻറ്റു വൈ ഇൻറ്റു വൈ വൈ സ്ക്വയർ. ഞാൻ ഈ ഐ സ്ക്വയറിനെ എടുത്ത് എഴുതിയില്ല. എന്താണ് മൈനസ് മൈനസ് ഐ വൈ സോറി ഐ വൈ ഇൻറ്റു മൈനസ് ഐ വൈ ആണ്. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് ആദ്യമേ എഴുതി. ഐ ഇൻറ്റു ഐ സ്ക്വയർ മൈനസ് 1 ആണ്, മൈനസ് 1 കൂടെ എഴുതി. പിന്നെ വൈ ഇൻറ്റു വൈ സ്ക്വയർ അതും എഴുതി. Therefore this will be like x minus iy divided by ഇവിടെ മൈനസ് എക്സ് വൈ പ്ലസ് ഐ എക്സ് വൈ രണ്ട് ക്യാൻസൽ ആയി പോകും. പിന്നെ താഴെ എക്സ് സ്ക്വയർ മൈനസും പ്ലസ് ആണ്, പ്ലസ് വൈ സ്ക്വയർ, മൈനസും പ്ലസ് വൈ സ്ക്വയർ. ദിസ് വിൽ ബി ലൈക്ക് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഐ ഇൻറ്റു y by x square plus y square. കണ്ടല്ലോ, മൈനസ് ഐ ഇൻറ്റു വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ആൻഡ് ദിസ് ഇസ് എന്താണ് നിങ്ങളുടെ ഇൻവേഴ്സിന്റെ സാധാരണ ഫോം. 1/z എന്ന് പറയുന്ന ആളുടെ സാധാരണ ഫോം ഇതായിരിക്കും. നിങ്ങൾക്കറിയാം കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മുടെ സാധാരണ കോംപ്ലക്സ് ഫോമിലേക്ക് എത്തിക്കാൻ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഈ ഒരു പരിപാടിയാണ്. എപ്പോഴും ചെയ്യുന്നത് ഇത് തന്നെയാണ്, അല്ലാതെ വേറെ പുതുതായിട്ടൊന്നും അല്ല. കഴിഞ്ഞു. ശരി, അപ്പോ അത് കഴിഞ്ഞു. നൗ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾ, ഈ അഡിഷനും സബ്സ്ട്രാക്ഷനും ഒന്നും ഞാൻ ചെയ്യുന്നില്ല, കാരണം സിമ്പിൾ ആണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. റിയൽ പാർട്ട് ആഡ് ചെയ്യുക പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യുക. സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ റിയൽ പാർട്ട് സം ചെയ്യുക പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് സം ചെയ്യുക. അത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. വി വിൽ ഡിസ്കസ് അബൌട്ട് മൾട്ടിപ്ലിക്കേഷൻ. സേ 5 ഇൻറ്റു 3i ഇൻറ്റു 2 മൈനസ് ഐ. 5 പ്ലസ് 3i ഇൻറ്റു 2 മൈനസ് ഐ. നിങ്ങൾക്ക് അവസാനം എഴുതിയ ഫോമുല, മൾട്ടിപ്ലിക്കേഷനിൽ അവസാനം എഴുതിയ ഫോമുല അറിയാമെങ്കിൽ ഇയാളുടെ ആൻസർ ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം. ഒറ്റ സ്റ്റെപ്പിൽ എഴുതി പഠിക്കണ്ട, അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാം. സിമ്പിൾ ആണ്. 5 ഇൻറ്റു 2 then 5 ഇൻറ്റു മൈനസ് ഐ മൈനസ് 5i. 3i ഇൻറ്റു 2 that will be 6i. പിന്നെ 3i ഇൻറ്റു മൈനസ് ഐ ഒരു മൈനസ് വരും. i ഇൻറ്റു ഐ മൈനസ് 1 ആണ്. പിന്നെ 3 അത് അതേപോലെ എഴുതി. ഞാൻ അതേപോലെ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞു. ഓക്കെ, ദാറ്റ് വിൽ ബി 5 ഇൻറ്റു 2 10, മൈനസും പ്ലസ് ആവും, പ്ലസ് 3, പിന്നെ മൈനസ് 5i പ്ലസ് 6i, that will be i. അല്ലേ, മൈനസ് 5i പ്ലസ് 6i will be i. That is equal to 13 plus i. അതാണ് ഇവരുടെ മൾട്ടിപ്പിൾ. ഇയാളുടെ മൾട്ടിപ്പിൾ 13 പ്ലസ് ഐ. കഴിഞ്ഞു. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 പ്ലസ് 3i ഇൻറ്റു ഐ. 2 പ്ലസ് 3i ഇൻറ്റു ഐ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു ഐ പ്ലസ് 3 ഇൻറ്റു ഐ ഇൻറ്റു ഐ, ദാറ്റ് ഇസ് മൈനസ് 1. that will be like 3 into minus 1 minus 3 ആണ്, പ്ലസ് 2i. മൈനസ് 3 പ്ലസ് 2i കണ്ടല്ല, റിയൽ പാർട്ട് പ്ലസ് ഇമാജിനറി പാർട്ട് എന്ന് എഴുതി. സംഭവം ആ ഫോർമുല ഡിറൈവ് ചെയ്യാനായിരുന്നു പാട്. പക്ഷേ അതേ ടെക്നിക്ക് വെച്ച് നമുക്ക് എന്താണ് ഇയാളുടെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നതാണ് ഈസി. ഫോർമുല നമ്മൾ ഓർത്തിരിക്കണ്ടല്ലോ. അതേ മെത്തേഡിൽ സാധാരണ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഒരു പ്രശ്നമില്ല. ഓക്കെ, സിമ്പിൾ ആണ്. നമുക്കിനി ഡിവിഷന്റെ കാര്യം നോക്കാം. എക്സാമ്പിൾ, സേ 7 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ 3 പ്ലസ് ഐ. വേണ്ട, 3 പ്ലസ് വേണ്ട, 3 മൈനസ് ഐ.
3 minus I. കണ്ടല്ലോ. അപ്പോൾ നമുക്കറിയാം ഇത് നേരെ ചെയ്യാൻ പറ്റത്തില്ല. We need conjugate. Therefore, this is equal to 7 plus I divided by 3 minus I. 3 minus I. ഓക്കെ, അപ്പോൾ ഈ ഐയുടെ കോഎഫിഷ്യന്റിനെ മൈനസ് ആക്കണം. ഐയുടെ കോഎഫിഷ്യന്റിന് ഒരു മൈനസ് കൂടെ കൊടുക്കണം. ഓൾറെഡി മൈനസ് ഉണ്ട്, ഒരു മൈനസ് കൂടെ കൊടുക്കുമ്പോൾ അത് പ്ലസ് ആവും. 3 plus I divided by 3 plus I. കോൺജുഗേറ്റ് കൊടുക്കണമെന്നാണല്ലോ പറഞ്ഞത്. ഐയുടെ കോഎഫിഷ്യന്റ് ഐക്ക് മൈനസ് ആണോ നെഗറ്റീവ് ആണെങ്കിൽ പ്ലസ് കൊടുക്കണം, പ്ലസ് ആണെങ്കിൽ നെഗറ്റീവ് കൊടുക്കണം, അത്രേ ഉള്ളൂ. അതാണ് അവിടെ ചെയ്തത്. നൗ നമുക്കത് സോൾവ് ചെയ്യാം. 7 plus I into 3 plus I will be 7 into 3. 7 into 3, 21. 7 into I, 7I. I into 3, 3I. I into I square, that is minus 1. Divided by 3 into 3, 9. 3 into 3, 9. പിന്നെ plus 3I. Minus I into 3, minus 3I. പിന്നെ minus I into I. I into I minus 1 ആണ്. Minus of minus 1 plus 1 ആണ്. കണ്ടല്ലോ, കഴിഞ്ഞു. That will be by 21 minus 1, 20. 7I plus 3I, 10I. 9 plus 1, 10. 3I minus 3I, 3I plus minus 3I, 0. That will be 20 by 10 plus 10 by 10 into I. That will be 2 plus I. That will be 2 plus I. കഴിഞ്ഞു. കണ്ടല്ലോ, 7 plus I by 3 minus I is equal to 2 plus I. ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. സേ 7 വേണ്ട, സേ -2 plus 3I divided by minus 2I. ഓക്കെ, ഒന്ന് ശരിയാക്കട്ടെ. -2I. ഇത് ചെയ്യാൻ നിങ്ങൾ വിചാരിക്കും, ഓക്കെ ഓൾറെഡി എന്താണ്, സോറി വെയിറ്റ് ചെയ്യണേ, -2. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സാധാരണ രീതിയിൽ ചെയ്യാം. ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. 1/I എന്ന് പറയുന്നത് -1 ആണെന്നുള്ള കാര്യം നിങ്ങൾ, -I ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ എളുപ്പമാണ്. 1/I എന്ന് പറയുന്നത് -1 ആണെന്നുള്ള കാര്യം. 1/I എന്ന് പറഞ്ഞാൽ -I. 1/I is equal to -I ആണെന്ന് ഓർക്കുകയാണെങ്കിൽ ഇത് ചെയ്യാൻ എളുപ്പമാണ്. എന്നാൽ അത് വേണ്ട, നമുക്ക് അല്ലാതെ തന്നെ ചെയ്യാം. -2 plus 3I divided by -2I. ഇയാളെന്ന് പറയുന്നത് 0 minus 2I ആണ്. ഇയാളുടെ കോൺജുഗേറ്റ് 0 plus 2I ആണ്. 0 plus 2I ആണ്, അതായത് 2I. മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 into 2, -2 into 2, -4 into I. 2 into 3 into 2, 6 into I square, that is -1. Divided by 2I into 2I, -2, 2, -4, I into I, -1. This will be like എന്താണ്, -4I -6 divided by 4. ഓരോ ടേമിലും ഡിവൈഡ് ചെയ്യുന്നു. -6/4 ഇവിടെ എഴുതി, പിന്നെ -4/4 into I. That is equal to 6 ഉം 4ലും 2 വെട്ടിക്കളയാം. അപ്പം -3/2. 4/4 1 ആണ് I. And this is your solution. കഴിഞ്ഞു, പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, 1/I എന്ന് പറയുന്നത് -1 ആണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. -2
plus 3i. minus 2 plus 3i അല്ലേ? minus 2 by 3i by 2i, which is equal to minus 2 by 2i plus 3i by 2i. Okay, അപ്പോൾ this will be minus 2 ഉം 2 ഉം ക്യാൻസൽ ആയി പോകും, minus 1 by i ആണ്, minus 1 by i ആണ്. പിന്നെ 3i by 2i, i ഉം i ഉം ക്യാൻസൽ ആയിട്ട് 3 by 2 ആവും. That will be 3 by 2. ഒരു ചെറിയ ഡൗട്ട് ഉള്ള പോലെ ഉണ്ട്. minus 2i, okay, there is a minus there. ഇവിടെ താഴെ ഒരു മൈനസ് ഉണ്ട്, സോറി, അത് സ്കിപ്പ് ചെയ്തതാണേ, സ്കിപ്പ് ആയിപ്പോയി. ഓക്കെ, അത് അറിയാതെ സ്കിപ്പ് ആയിപ്പോയതാണ്. അപ്പൊ minus 2 by 2 ഇവിടെ പ്ലസ് ആവും കേട്ടോ, പ്ലസ് ആവും. ഇവിടെ minus 3 by 2 ആവും, minus 3 by 2 ആവും. ഞാൻ പറഞ്ഞു 1 by i എന്ന് പറയുന്നത് minus 1 minus i ആണ്, therefore this will be minus i minus 3 by 2. അതല്ലേ ഇവിടെയും കിട്ടിയത്, minus 3 by 2 minus i. ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഈ 1 by i is equal to minus i ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതെങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, കാര്യം കഴിയും. ഓക്കെ, ഈ 1 by i minus 1 ആണെന്ന് പ്രൂവ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ, അത് പ്രത്യേകിച്ചൊന്നുമില്ല. ഔട്ട് ഓഫ് ദ ടോപ്പിക് പറയുന്നതേ ഉള്ളൂ. 1 by i എന്ന് പറയുന്നത് is equal to, നമുക്ക് ഐയുടെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. i എന്ന് പറയുന്നത് 0 plus i ആണ്, 0 plus i ആണ്. ദാറ്റ് വിൽ ബി 0 minus i. മൈനസ് ഐ കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് വിൽ ബി 1 into minus i minus i ഡിവൈഡഡ് ബൈ i into i എന്ന് പറയുന്നത് എന്താണ്, -1 ആണ്. i into i -1 ആണ്, വീണ്ടും ഒരു മൈനസ് ഉണ്ട്, അപ്പൊ മൈനസ് ഓഫ് -1. ദാറ്റ് വിൽ ബി ലൈക്ക് minus i by 1, that is minus i. ഇങ്ങനെയാണ് 1 by i minus i ആയത്. ആ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ കാര്യം പെട്ടെന്ന് ചെയ്യാം. ഇപ്പൊ ചെയ്തത് നോട്ട് എ ബിഗ് ഡീൽ, വലിയൊരു സംഭവം അല്ല ഇത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഓപ്പറേഷൻസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, ഓപ്പറേഷൻസ് ഓൺ കോംപ്ലക്സ് നമ്പേഴ്സ്. കോംപ്ലക്സ് നമ്പർ വെച്ച് ആഡ് ചെയ്യാൻ, സബ്ട്രാക്ട് ചെയ്യാൻ, മൾട്ടിപ്ലൈ ചെയ്യാൻ, ഡിവൈഡ് ചെയ്യാൻ എന്നീ കാര്യങ്ങളെല്ലാം നമുക്കിപ്പോൾ അറിയാം. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത പ്രോപ്പർട്ടീസ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.